ഹായ് ഫ്രണ്ട്സ്, വിക്രം വേദയുടെ പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെയാണെങ്കിൽ വിക്രമാണെങ്കിൽ വർക്ക്ഷോപ്പിൽ കൂട്ടുകാരുടെ ഒപ്പമൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഏറെ സമയമായി ഞാൻ പോവാണെന്ന് ഇങ്ങനെ പറഞ്ഞ് ഇറങ്ങുകയാണേ. അപ്പോഴേക്കും എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്താടാ ഇത്രയും നാൾ ഒരു സമയം നോട്ടമൊന്നും ഇല്ലായിരുന്നല്ലോ, ഇപ്പം എന്തോ ഒരു വീട്ടിലേക്ക് പോകാനൊരു തിടുക്കെന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും രാജേട്ടൻ പറയുന്നുണ്ട്, എന്തായാലും ആ കുട്ടിയില്ലേ, അവള് വന്നേ പിന്നെ ഇവൻ്റെ ജീവിതത്തിൽ ആകെ ഒന്ന് മാറി മറിയുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി കളിയാക്കുന്നുണ്ട്. അപ്പോൾ നീ ഭാര്യനെ സ്നേഹിച്ചൊക്കെ തുടങ്ങിയല്ലേ, എന്തായാലും നന്നാവട്ടെ എന്നെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്. നിങ്ങൾ എന്താ ഈ പറയുന്നത്, ഒന്ന് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് വരികയാണ് കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് വിക്രമിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ബൈക്ക് നിർത്തിയിട്ട് വിക്രം ഫോൺ എടുക്കുമ്പോഴേക്കും നമ്മുടെ വേദയുടെ മുത്തശ്ശിയാണ് വിളിക്കുന്നത്. വിക്രം പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, ഹലോ മോനെ, വേദയുടെ ഫോൺ ഇന്നലെ തൊട്ട് വിളിച്ചിട്ട് എടുക്കുന്നില്ല, എന്താ പറ്റിയെന്നറിയോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ഏയ് കുഴപ്പമൊന്നുമില്ല മുത്തശ്ശി, എന്താന്നിങ്ങനെ ചോദിക്കുന്നുണ്ടേ. ആ മോനോട് ഞാനൊരു കാര്യം കൂടി പറയാനായിട്ടാണ് വിളിച്ചതെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്താ മുത്തശ്ശി, ഞാൻ പറഞ്ഞോ എന്നിങ്ങനെ പറയുകയാണേ. മുത്തശ്ശി പറയുന്നുണ്ട്, മോനെ നാളെ വേദമോളുടെ പിറന്നാളാണ്, ഞങ്ങളുടെ കൂടെ ഇല്ലാത്ത മോളുടെ ആദ്യത്തെ പിറന്നാളാണ്. തന്നെയല്ല, മോളുടെ പിറന്നാൾ ഇവിടെ എല്ലാവരും വലിയ ഉത്സവം പോലെയാണ് ആഘോഷിക്കാറ്. ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടി മോളില്ലാത്ത ഇന്നത്തെ പിറന്നാളിനെ കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന വിക്രം പറയുന്നുണ്ട്, അതിനെന്താ മുത്തശ്ശി, നിങ്ങൾക്ക് അവളെ എപ്പോൾ വേണമെങ്കിലും വന്ന് കൂട്ടിക്കൊണ്ടു പോവാം, ഞാൻ ഒരിക്കലും ഒരു തടസ്സമല്ല, അവൾ തന്നെയാണ് ഇവിടെ നിന്ന് പോവില്ല എന്നും പറഞ്ഞ് കയറി കൂടിയിരിക്കുകയല്ലേ എന്നിങ്ങനെ പറയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, മോനെ മോൻ കരുതുന്ന പോലെയല്ല, എൻ്റെ വേദമോള് അത്രയ്ക്കും ആ താലിയുടെ പവിത്രതയിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നവളാ, അവളെ പൊന്നുപോലെ നോക്കണേ മോനെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും മുത്തശ്ശി എന്താ പറയാൻ വിളിച്ചെന്ന് ചോദിക്കുമ്പോൾ, മോനെ എന്തായാലും അവളുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ എല്ലാവരും കൂടി ക്ഷേത്രത്തിലേക്ക് പോവാറുണ്ട്, മോളെ ഒന്ന് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുമോ, എനിക്ക് ഒന്ന് കാണാമല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ഈ സമയം വിക്രം പറയുന്നുണ്ട്, അതിനെന്താ മുത്തശ്ശി, ഞാൻ എന്താണേലും കൊണ്ടുവരാന്നിങ്ങനെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ വിക്രമാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ, അവൾ എത്ര രാജകുമാരിയെ പോലെ ജീവിച്ചവളാ, അവൾ എന്ത് കാര്യത്തിന് ഇവിടെ വന്നിങ്ങനെ കിടക്കുന്നതെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അവൾ വേദയുടെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് തന്നെ കൊടുക്കണമെന്ന് വിക്രം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ വിക്രം ബൈക്ക് എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഈ സമയം വേദയാണെങ്കിൽ ഉറങ്ങിയിട്ടുണ്ടായിരിക്കില്ല, നമ്മുടെ വരാന്തയിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. വിക്രമിനെ കാണുന്നതും വേദ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്കിനും വിക്രം ചോദിക്കുന്നുണ്ട്, എന്താടി വേദാളോയെ, നിനക്ക് ഉറക്കമൊന്നും ഇല്ലേ, പാതിരാത്രിക്ക് ഈ വെളിയിൽ വന്ന് ഇരിക്കുന്നത് എന്ത് കാര്യത്തിനാ, മഞ്ഞു കൊള്ളാനായിരിക്കല്ലേ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് വിക്രം കയറി പോവാണ് കേട്ടോ. ഇത് കേട്ടിട്ട് വേദ പറയുന്നുണ്ട്, അതെ എനിക്കൊരു ഭർത്താവുണ്ട്, പാതിരാത്രിയിലേ വന്ന് കയറുള്ളൂ, ആ ഭർത്താവിനെ നോക്കി ഞാൻ ഇവിടെ ഇരിക്കുകയായിരുന്നെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് വിക്രം ഇങ്ങനെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട്, അതെ പോവാൻ വരട്ടെ, ഞാൻ ചോറെടുത്ത് വെക്കാം, കുളിച്ചിട്ട് പോയെന്നിങ്ങനെ പറയുകയാണേ. ഈ സമയം വിക്രം പറയുന്നുണ്ട്, ഞാനേ കുളിച്ചതൊക്കെയാ, രാവിലെ കുളിച്ചിട്ടാണ് പോയത്, നീ എന്തായാലും എനിക്ക് ചോറൊന്നും എടുത്ത് തരണ്ട, എൻ്റെ അമ്മ എടുത്ത് തന്നോളൂ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അതെ ആ പാവത്തിന് നല്ല കാലിന് വേദനയാ, നേരത്തെ കിടന്നുറങ്ങി, അതുകൊണ്ട് ഞാൻ വേണേ ചോറെടുത്ത് തരാന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതേറ്റിട്ട് നമ്മുടെ വിക്രമാണെങ്കിൽ റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. അതിനുശേഷം പതുക്കെ കിച്ചണിലേക്ക് വരുമ്പോഴേക്കും വേദയോടെ ചോറൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചോറൊക്കെ എടുത്തുണ്ടതിന് ശേഷം വിക്രം ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വേദ ഇങ്ങനെ ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിക്രം ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങളുണ്ടോ, പറഞ്ഞാൽ മതി, ഞാൻ മേടിച്ചു തരാന്നിങ്ങനെ പറയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് നമ്മുടെ വേദയാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. ഈ വിക്രമേട്ടന് എന്തു പറ്റി, എന്താ ഇപ്പോൾ പെട്ടെന്നൊരു സ്നേഹമൊക്കെ തോന്നാനെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ഇതാ നിന്നോടൊന്നും ഒന്നിനും പറ്റില്ല, നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതിയെന്നാ പറഞ്ഞത്. പിന്നെ എന്തായാലും നാളെ രാവിലെ ഒന്ന് ക്ഷേത്രത്തിലേക്ക് പോവാം, രാവിലെ തന്നെ റെഡി ആയിക്കോ എന്നിങ്ങനെ പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ റൂമിലേക്ക് പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയമാണെങ്കിൽ വേദയാണെങ്കിൽ ആകെ ഷോക്കായിരിക്കുകയാണ്. എന്താണേലും ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ വേദ രാത്രിയിൽ കിടക്കാനേക്ക് പോകുന്നത്. പോയി കിടക്കാനായിട്ട് തുടങ്ങുമ്പോഴേക്കും വേദയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. മുത്തശ്ശിയാണ് ഫോൺ വിളിക്കുന്നത്. മുത്തശ്ശിയുടെ കോള് കാണുന്നതിലും വേദയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ. വേദ ഇങ്ങനെ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മുത്തശ്ശി
ഞാൻ മുത്തശ്ശിയെക്കുറിച്ചോ അച്ഛനെയും അമ്മയെക്കുറിച്ചോ ഒക്കെ ഇങ്ങനെ ചിന്തിച്ചിരുന്നതേ ഉണ്ട് എന്നിങ്ങനെ പറയാണ് കേട്ടോ. മോളുടെ പിറന്നാളല്ലേ നാളെ, എന്തായാലും നാളെ ക്ഷേത്രത്തിലേക്ക് വരണം, മോളുടെ പേരിൽ പൂജയൊക്കെ നടത്തണം, മോൾക്ക് വിഷമം തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കാണ് കേട്ടോ. എന്താ മുത്തശ്ശി പറയുന്നത്? ഇപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലെന്നുള്ള ഒറ്റ വിഷമമേ ഉള്ളൂ, ബാക്കി എൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ എല്ലാവരും നല്ലതുപോലെ തന്നെയാണ് ജീവിക്കുന്നത്. പിന്നെ വിക്രമിൻ്റെ സ്വഭാവമല്ലേ, അത് മാറ്റിയെടുക്കാൻ കഴിയുന്ന എനിക്ക് നല്ല വിശ്വാസമുണ്ട് മുത്തശ്ശി എന്നൊക്കെ ഇങ്ങനെ വേദ ഇങ്ങനെ മുത്തശ്ശിയോട് പറയുകയാണ് കേട്ടോ. എന്നിട്ടാണെങ്കിൽ മുത്തശ്ശി പറയുന്നുണ്ട്, വിക്രമിനെ മോള് എന്തായാലും ഭഗവാനായിട്ട് തിരഞ്ഞെടുത്ത് തന്നതല്ലേ, മോൾക്ക് എന്നും നല്ലതേ വരൂ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്. മുത്തശ്ശി എപ്പോഴേക്കും പറയുന്നുണ്ട്, അതേ മോൾക്ക് എന്താണേലും നല്ലതേ വരൂ എന്നിങ്ങനെ പറയുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, മുത്തശ്ശി ഈ നമ്മുടെ ഭഗവാൻ തന്നെ ഇങ്ങോട്ടേക്ക് എന്നെ എത്തിച്ചതിൽ എന്തെങ്കിലുമൊക്കെ നിമിത്തം കാണുമല്ലോ, അതിലെന്താണേലും ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു മുത്തശ്ശി. എന്തായാലും എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുപാടുണ്ട്, അതെല്ലാം എന്നെ കൊണ്ട് നല്ല രീതിയിൽ ചെയ്യാൻ നടത്തുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് മുത്തശ്ശി എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ എന്നാൽ ശരി മോള് പ്രാർത്ഥിച്ചിട്ട് കിടന്നു എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. മുത്തശ്ശി ഫോൺ വെച്ചതിന് ശേഷം വേദയാണെങ്കിൽ വേദയുടെ വീട്ടിലെ പിറന്നാൾ ആഘോഷങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ. സർപ്രൈസായിട്ട് വർഷയും ശ്രീകാന്തും എല്ലാവരും കൂടി രാത്രിയിൽ വന്ന് നമ്മുടെ വേദയെ വിളിക്കുന്നതും എല്ലാവരും കൂടി പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അച്ഛനും അമ്മയുടെയും എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടിയുള്ള പിറന്നാൾ ആഘോഷങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ വേദ ചിന്തിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചിന്തിക്കുന്ന നമ്മുടെ വേദയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറയുന്നുണ്ട്. എന്നാൽ ഈ സമയമാണെങ്കിൽ വിക്രമാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. വിക്രമിനെ കാണുമ്പോൾ വേദ പെട്ടെന്ന് കണ്ണൊക്കെ തുടയ്ക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് നമ്മുടെ വിക്രം വരുന്നുണ്ട്. സമയം നോക്കുമ്പോഴത്തേക്കിനും ഒരു 11:50 ആയിട്ടുണ്ട് കേട്ടോ. വിക്രമാണെങ്കിൽ നമ്മുടെ വേദയ്ക്ക് ഒരു സർപ്രൈസ് തന്നെ കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടാണ് നടക്കുന്നത്. അങ്ങനെ വേദയോട് പറയുന്നുണ്ട്, എനിക്ക് കുടിക്കാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം വേണം, ഒന്നെടുത്ത് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന വേദയാണെങ്കിൽ ആകെ ഷോക്കായിരിക്കുകയാണ്. എന്തു പറ്റി, എന്നോട് തന്നെയാണോ ഈ പറയുന്നതെന്ന് പറഞ്ഞു വേദ ഓടിപ്പോയി വെള്ളമൊക്കെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ഈ സമയമാണെങ്കിൽ നമ്മുടെ വിക്രം ഉണ്ടല്ലോ, ഒരു കേക്കൊക്കെ റെഡിയാക്കി മെഴുകുതിരിയൊക്കെ കത്തിച്ചിങ്ങനെ വെച്ചിരിക്കുകയാണ്. വേദ വെള്ളം എടുത്ത് വരുമ്പോഴേക്കും ഇത് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ വേദ ഇങ്ങനെ ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നിങ്ങനെ വിക്രം പറയുന്ന സമയത്ത് വേദയുടെ കണ്ണൊക്കെ വല്ലാതെ നിറഞ്ഞ് വേദ ഇങ്ങനെ മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. എന്നിട്ട് വേദയോട് പറയുന്നുണ്ട്, എന്താടി നോക്കി നിൽക്കുന്നത്, കട്ട് എന്നിങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ വേദയാണെങ്കിൽ കേക്ക് കട്ട് ചെയ്തിട്ട് മിണ്ടാതിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രം വന്നിട്ട് അതിൽ നിന്നൊരു പീസ് എടുത്ത് നമ്മുടെ വേദയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് വേദയുടെ കണ്ണൊക്കെ ഇങ്ങനെ സന്തോഷം കണ്ട് നിറയുന്നുണ്ട്. കേക്ക് മുറിച്ച് എന്ന് പറയുന്നുണ്ട്, നാളെ രാവിലെ അമ്പലത്തിൽ പോകണ്ടേ, നേരത്തെ കിടന്നിട്ടേ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിക്രം കിടക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ വേദയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട് ഈ നിമിഷം. എന്നിട്ട് വേദയാണെങ്കിൽ പറയുന്നുണ്ട്, വിക്രം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിവസമാണ് എനിക്കിന്ന്. എന്തായാലും എനിക്കിത് ഈ നിമിഷം സമ്മാനിച്ചതിന് ഞാൻ എന്ത് ചെയ്യണമെന്നറിയില്ല, അത്രമാത്രം ഞാൻ സന്തോഷത്തിലാണെന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഇത് കാണുമ്പോഴേക്കും നമ്മുടെ വിക്രമിന് ഒരുപാട് വേദയോട് മനസ്സിൽ ഒരുപാട് ഇങ്ങനെ സ്നേഹമൊക്കെ തോന്നുന്നുണ്ടെങ്കിലും വിക്രം ഇങ്ങനെ പുറത്ത് കാണിക്കാതെ പറയുന്നുണ്ട്, അതെ നീ കൂടുതൽ സെൻറ്റിയൊന്നും ആകേണ്ട കാര്യമില്ല, നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഞാൻ ഇത്രയൊക്കെ ചെയ്തത്, പിന്നെ നീ ഒരു വീട്ടിലെ മഹാറാണിയായിട്ടൊക്കെ ജീവിച്ചതല്ലേ, അപ്പോൾ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് മോശമാവില്ലേ, അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ നീ കരുതുന്ന പോലെ ഒന്നുമില്ല, നീ ഒന്ന് കാട് കയറി ചിന്തിക്കുകയും വേണ്ട. ഇത് കേട്ടിട്ട് വിക്രമിനെ കണ്ണുരുട്ടി നോക്കിയിട്ട് വേദ പറയുന്നുണ്ട്, ഞാൻ ഇത്രയൊക്കെ നിങ്ങളോട് പറഞ്ഞത് വേസ്റ്റ് ആയിപ്പോയല്ലോ, നിങ്ങളോട് തന്നെ ഇത് എന്നെ പറഞ്ഞാൽ മതിയല്ലോ, ശരി ഞാൻ ഉറങ്ങാൻ പോന്നു, ഗുഡ് നൈറ്റ് ഇത്രയും പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് ദേഷ്യത്തിൽ പുതപ്പ് തലയിൽ മൂടിയിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് വിക്രമിന് ചിരിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വിക്രമൻ കിടന്ന് ഉറങ്ങുകയാണ്. രാവിലെ തന്നെ വിക്രം ഇങ്ങനെ തട്ടി വിളിക്കുന്നുണ്ട് വേദ. വിക്രം പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ഈ സമയം നമ്മുടെ വിക്രമാണെങ്കിൽ വേദയാണെങ്കിൽ നല്ല കുളിച്ചൊരുങ്ങി നല്ല സുന്ദരി കുട്ടിയായിട്ട് ചായയൊക്കെ ആയിട്ട് വന്നിട്ട് വിക്രമിനെ വിളിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ വിക്രം ഇങ്ങനെ വേദയെ തന്നെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുകയാണ്.
എന്നാ വേദ നോക്കുന്ന സമയത്ത് വിക്രം ഒന്നും അറിയാത്ത രീതിയിൽ കണ്ണൊക്കെ ഇങ്ങനെ മാറ്റി നോക്കാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ചായ കുടിച്ചുകൊണ്ട് തന്നെ എന്നാൽ നമ്മുടെ വേദയെ ഇങ്ങനെ നോക്കാതിരിക്കാനായിട്ട് വിക്രമിന് കഴിയുന്നില്ല. വിക്രം ഇങ്ങനെ നോക്കുന്ന സമയത്ത് വേദ ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളിങ്ങനെ ഒരുമാതിരി കള്ളന്മാരെ പോലെ നോക്കുന്നത്? നിങ്ങൾ തന്നെയല്ലേ രാവിലെ എന്നോട് പറഞ്ഞത് കുളിച്ച് റെഡിയായി വാ അമ്പലത്തിൽ പോവാന്ന്, അതുകൊണ്ടാണ് ഞാൻ വന്നേന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം നമ്മുടെ വിക്രം ഒന്നും വേദ പറയുന്നതേ കേൾക്കുന്നില്ല. ഏയ് ഗുണ്ട എന്താ ഇത് എന്ന് വിക്രം പെട്ടെന്ന് ഞെട്ടിയിടുന്ന പോലെ പറയുന്നുണ്ട്. ആ അതല്ല, ഞാൻ കുളിച്ച് റെഡിയായിട്ട് വരാം, നീ അപ്പുറത്തേക്ക് നിന്നോ, ഇപ്പം തന്നെ അമ്പലത്തിലേക്ക് പോയേക്കാന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് പോകുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് നമ്മുടെ വേദയ്ക്ക് ചിരിയൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് വേദയാണെങ്കിൽ കിച്ചണിലേക്ക് പോകുന്നുണ്ട്. കിച്ചണിലാണെങ്കിൽ കമലാമ്മയും ശ്രീജിയും നന്ദിനിയും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങനെ വേദയെ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പെട്ടെന്ന് കമലാമ്മ വന്ന് പറയുന്നുണ്ട്, എൻ്റെ വേദമോള് ഇന്ന് സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ. ശ്രീജിയും പറയുന്നുണ്ട്, അതേ അമ്മേ ഇന്ന് വേദയുടെ പിറന്നാളാ, അപ്പോൾ വേദ അമ്പലത്തിലേക്ക് പോകാനായിട്ടാണെന്ന് പറയാണ് കേട്ടോ. എന്തായാലും നന്ന ദീർഘായുസോട് കൂടി ഇരിക്കട്ടെ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് കമലാമ്മ ഇങ്ങനെ വേദയെ അനുഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കമലാമ്മയുടെ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് നന്ദിനിയാണെങ്കിൽ ഇതൊന്നും കണ്ടിട്ട് നന്ദിനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ആഹാ മഹാറാണി ഇന്ന് സുന്ദരിയായിട്ടുണ്ടല്ലോ, ഇങ്ങോട്ടേക്ക് രാവിലെ എഴുന്നള്ളത്തെന്ന് ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ. അതെ ഇന്നെൻ്റെ പിറന്നാളാ, ഞാൻ മാത്രമല്ല ഞാനും വിക്രമും കൂടി ഇന്ന് അമ്പലത്തിലേക്ക് പോവാണെന്ന് പറയാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ നന്ദിനിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ നന്ദിനി പറയുന്നുണ്ട്, അയ്യോ എനിക്ക് ഇന്നൊരു പൂജ കഴിക്കാനുണ്ട്, ഞാനും കൂടി അമ്പലത്തിലേക്ക് വരുന്നുണ്ടെന്ന് പറയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് ശ്രീജയ്ക്കും കമലമ്മയ്ക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. നീ എന്തിനാ ഈ സ്വർഗത്തിലെ കട്ടുറുമ്പാനായിട്ട് അവരുടെ കൂടെ പോകുന്നത്? അവർ ബൈക്കിൽ പോയിക്കോളും, നീ പതുക്കെ അങ്ങ് നടന്നു പോയിട്ട് വന്നിങ്ങനെ പറയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് നന്ദിനി അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്. ഇത് പിന്നീട് നന്ദിനി ഇങ്ങനെ തിരിച്ചു പറയുന്നുണ്ട്, എന്തായാലും അവൻ നിന്നെ അമ്പലത്തിൽ കൊണ്ടുവന്ന് നീ വെറുതെ സ്വപ്നം കാണണ്ട, എന്തായാലും നിന്നെ അവൻ അമ്പലത്തിലേക്കൊന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ. ഈ സമയം വിക്രം വന്നിട്ട് വേദയെ വിളിക്കുന്നുണ്ട്, എന്താ റെഡിയായോ പോവാന്നിങ്ങനെ ചോദിക്കാണ് കേട്ടോ. ഇത് കേട്ടിട്ട് നന്ദിനി ഇങ്ങനെ അന്തിച്ച് നിൽക്കുകയാണ്. എന്താടാ നീ ഇവളെ സ്നേഹമില്ല എൻ്റെ ഭാര്യയല്ലെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അഭിനയമായിരുന്നു, എന്നിട്ടിപ്പോൾ നീ ഇവളെയും കൂട്ടി അമ്പലത്തിൽ പോകാൻ നോക്കുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, അതെ ഏട്ടത്തെ കരുതുന്ന പോലെ ഒന്നുമല്ല, ഞാനിവളെയും കൊണ്ട് സിനിമയ്ക്കൊന്നും അല്ലല്ലോ പോകാമെന്ന് പറഞ്ഞത്, അമ്പലത്തിലേക്കല്ലേ, എന്തായാലും ഇന്നിവളുടെ പിറന്നാളല്ലേ, ഒന്ന് കൊണ്ടുപോയേക്കാന്ന് കരുതി, അത്രേ ഉള്ളൂ എന്നിങ്ങനെ പറയാണ് കേട്ടോ. ഈ സമയം നമ്മുടെ വേദയാണെങ്കിൽ നന്ദിനിയെ നോക്കി ഇങ്ങനെ കളിയാക്കി ചിരിച്ചിട്ട് വിക്രമിനോട് ബൈക്കിൽ കയറി അങ്ങ് പോവാണ് കേട്ടോ. ഈ സമയം വിക്രം ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് കമലാമ്മയോട് പറയുന്നുണ്ട്, അമ്മേ ഇന്ന് എന്തായാലും ഉച്ചയ്ക്ക് നല്ലൊരു സദ്യ തന്നെ റെഡിയാക്കിക്കോ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും കമലാമ്മ പറയുന്നുണ്ട്, അതൊക്കെ ഞങ്ങൾ നോക്കിയും കണ്ടും ചെയ്തോളാം, നിങ്ങൾ എന്തായാലും പോയിട്ട് വന്നിങ്ങനെ പറയുകയാണേ. അങ്ങനെ ശ്രീജയും കമലയും കൂടി പെട്ടെന്ന് തന്നെ കിച്ചണിലേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ അമ്പലത്തിൽ ചെല്ലുന്നതും സാധാരണയായിട്ട് നമ്മുടെ വിക്രമാണെങ്കിൽ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി പോവാറില്ല. ഇന്ന് വേദയുടെ കൂടെ തന്നെ വിക്രം അമ്പലത്തിലേക്ക് കയറി ചെല്ലുന്ന കണ്ടിട്ട് വേദ ആകെ അത്ഭുതത്തോടു കൂടി നോക്കുകയാണ് കേട്ടോ. ഇന്നെന്താ വിക്രമ ദേവീനെയൊക്കെ ഒന്ന് കാണണമെന്ന് തോന്നുന്നുണ്ടോ, എന്തു പറ്റി ഇത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. വിക്രം ഇങ്ങനെ ഒന്നും ശ്രദ്ധിക്കാതെ തന്നെ നടന്നു പോയിട്ട് പൂജാരിയോട് എന്ന് വേദയുടെ പേരൊക്കെ പറഞ്ഞിട്ട് പൂജയൊക്കെ കഴിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് വേദയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. ഈ സമയം നമ്മുടെ മുത്തശ്ശി അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ നമ്മുടെ വിക്രമാണ് മുത്തശ്ശീനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിട്ടുള്ളത്. മുത്തശ്ശിയെ കാണുമ്പോൾ വേദ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് മോളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് എന്നോട് ഇന്ന് ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞതും വിക്രമാണെന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഈ സമയം വിക്രമാണെങ്കിൽ അവിടെ വേദയുടെ പേരിൽ വഴിപാടൊക്കെ കഴിക്കുകയാണല്ലോ. അങ്ങനെ എന്തായാലും നമ്മുടെ മോളുടെ ഭാഗ്യമാണ് വിക്രം എന്നൊക്കെ പറഞ്ഞിട്ട് വേദ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. വേദയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സന്തോഷത്തോടു കൂടിയുള്ള ഒരു പിറന്നാളാണ് മുത്തശ്ശി ഇന്ന് എനിക്ക് എന്നൊക്കെ പറയാണ്. അങ്ങനെ വിക്രമാണെങ്കിൽ പ്രസാദമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. പ്രസാദമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം മുത്തശ്ശി പറയുന്നുണ്ട്, മോനെ എന്തായാലും ഇത്രയും ചെയ്തില്ലേ, എൻ്റെ മോളുടെ നെറ്റിയിലൊരു കുറച്ച് സിന്ദൂരം കൂടി ഒന്ന് തൂത്തു കൊടുത്തൂടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി പറഞ്ഞതിനെ തട്ടിക്കളയാൻ വയ്യാതെ നമ്മുടെ വിക്രമാണെങ്കിൽ വേദയുടെ നെറുകയിൽ സിന്ദൂരം ചേർത്തി കൊടുക്കുന്നുണ്ട്. വേദ ഇങ്ങനെ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് അങ്ങനെ രണ്ടുപേരും കൂടി ബൈക്കിൽ കയറി പോകുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.